ഹായ് ചിക്കനുകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ രാവിലെ നേരത്തെ ചായയൊക്കെ വെച്ചു കേട്ടോ. പക്ഷേ ഞാൻ കുടിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ചായ കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ വേഗം തന്നെ ചായ ആറിയപ്പോൾ ഞാനൊന്ന് ചൂടാക്കിയെടുത്താണ് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് ആറ്റിയെടുത്തതിന് ശേഷം ഇന്ന് നമ്മൾ വെളിയിലിരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത്. കുറച്ച് ടൈമായി, ഇന്ന് പിന്നെ ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഒഴിവായ കാരണം നമ്മൾ മെല്ലെ എണീറ്റ് പിന്നെ ബാത്റൂം കഴുകൽ, അതുപോലെ എല്ലാം അവിടെ അടിച്ച് വൃത്തിയാക്കൽ, അങ്ങനെയുള്ള എല്ലാ പണിയും കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ചായ കുടിക്കുന്നത്. അപ്പോൾ ഞാൻ ചായ കുടിക്കുമ്പോൾ നമ്മുടെ വെളിയേക്കൊന്ന് വീഡിയോ എടുത്താണ്. എപ്പോഴും നമ്മൾ ഉള്ളിലിരുന്നിട്ടല്ലേ ചായ കുടിക്കാറുള്ളത്. അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ വേണ്ടി നമ്മൾ വെളിയിലിരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മിറ്റോടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ ചായ കുടിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് ഏതായാലും ഒന്ന് വെളിയൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കിളികളുടെ സൗണ്ടും നല്ല രസമായിരുന്നു കേട്ടോ വെളിയിലിരുന്ന് ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും നമുക്കിതുപോലെ വെളിയിലിരുന്ന് ചായ കുടിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല കേട്ടോ. എപ്പോഴും നമ്മൾ നേരത്തെയല്ലേ എണീക്കാറുള്ളത്. അപ്പോൾ ഇന്നിത്തിരി വൈകി എണീറ്റു. നമ്മുടെ വെളിയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു രസമാണ് അല്ലേ. അങ്ങനെ ഞാൻ വെളിയിലിരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞു പൂവ് പൂത്തിരിക്കുന്നു കേട്ടോ. അത് നിറയെ മൂവുണ്ട്, അത് ഫുള്ളായിട്ട് ഇതുപോലെ പൂക്കും അത്രേ. അപ്പോൾ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ വെളിയിലിരുന്ന് ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ ഉള്ളിലേക്ക് വന്നു കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കുന്നുണ്ട്, കുറച്ച് ചൂടുവെള്ളം കേട്ടോ. ഒരു 1/4 ഗ്ലാസ് വെള്ളം ചൂടാക്കിയിട്ട് അത് നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 5 നമ്മുടെ തേനീച്ചാമ്പഴം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഇത് നമ്മളൊന്ന് കുതിർത്തിടുന്നത്. അപ്പോൾ അതവിടെ ഇരുന്നിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ കുറച്ച് പച്ചക്കറികൾ എടുക്കുന്നുണ്ട്. നമ്മുടെ ക്യാരറ്റും ബീൻസും കേട്ടോ. അപ്പോൾ വലിയതാണ് കേട്ടോ നമ്മുടെ ക്യാരറ്റ്. അപ്പോൾ അത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്, ഒരെണ്ണം ഉണ്ട്. ഇനിയിപ്പോൾ അത് എടുത്തൊന്നും വെക്കുന്നില്ല, അത് ഫുള്ളായിട്ട് എടുക്കാൻ പറഞ്ഞു ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് തോല് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടെ നമ്മളൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം തോലും അതുപോലെ അതിൻ്റെ നാരും എല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബീൻസ്, നമ്മുടെ ക്യാരറ്റ്, അതുപോലെ നമ്മുടെ വലിയ ഉള്ളി, അതുപോലെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചോളം കൊണ്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളാണ് നമ്മളൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചീൻചട്ടി വെച്ച് കൊടുത്തു. അത് നന്നായി ചൂടായതിന് ശേഷം പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഇഞ്ചി കേട്ടോ, പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തു. അത് നന്നായി തന്നെ മുരിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പച്ചക്കറികളൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ട് നമ്മൾ വെജിറ്റബിൾസാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. അങ്ങനെ ക്യാരറ്റ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വാടി വരണം. അപ്പോൾ അതിലേക്ക് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചോളത്തിൻ്റെ റവ. അപ്പോൾ ഇത് നമ്മുടെ ഗോതമ്പ് റവയെക്കാട്ടിലും കുറച്ചുകൂടെ തരി കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഗോതമ്പ് റവ ഉണ്ടാക്കും പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നാൽ കണ്ടു, കുറച്ച് തരി കൂടുതലുള്ള ഇത് കഞ്ഞിയൊക്കെ വെക്കാൻ തോന്നുന്നു കേട്ടോ. പക്ഷേ ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായി തന്നെ വാടി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളം 1.5 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് തരി കൂടുതലായ കാരണമാണ് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ 1 ഗ്ലാസിൻ്റെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ 1.5 ഗ്ലാസ് ചൂടുവെള്ളവും ഒരു 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് നന്നായി തിളച്ചതിന് ശേഷം ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ ചോളപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കുറച്ച് വേവ് കൂടുതലുണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ നമ്മുടെ ഗോതമ്പില്ലേ അതിനേക്കാളും കുറച്ച് തരി കൂടുതലാണ് കേട്ടോ. അങ്ങനെ നമ്മളൊന്ന് അടച്ച് വെച്ചു ചെറിയ തീയിൽ. എന്നിട്ട് തന്നെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വെള്ളമൊക്കെ വറ്റി കറക്റ്റായി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടില്ല കേട്ടോ, അത് വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, നമ്മൾ സാധാ ഉപ്പുമാവ് ചെയ്യും പോലെ തന്നെ. പിന്നെ അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക, നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന്
അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് വെള്ളം വലിഞ്ഞ് വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡിയായിട്ട് വരട്ടെ. ഇതിൽ നമ്മൾ മഞ്ഞപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ ചോളത്തിൻ്റെ മഞ്ഞ കളറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചോള ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യും പോലെ നന്നായി തന്നെ ഉടച്ച് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാ ഉപ്പുമാവ് കഴിക്കും പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പ് കഴിക്കും പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനതൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയുള്ള നമ്മുടെ എന്താ പറയുക റവ ഞാനൊരു കപ്പിലല്ല ഒരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത് എവിടെയെങ്കിലും കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ഇതാകുമ്പോൾ നമ്മൾ കാണുമല്ലോ പറഞ്ഞിട്ട് ഒരു ബോട്ടിലാക്കി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ പോയിട്ട് നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ തേനീച്ചാമ്പഴമൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ തേനീച്ചാമ്പഴത്തിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് അരച്ചിട്ട് വരണം കേട്ടോ. ഇത് നന്നായി അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായി അരച്ചു കൊണ്ടുവന്നതിലേക്ക് 1.5 ഗ്ലാസ് പാലൊഴിച്ച് കൊടുത്തു. 1.5 സ്പൂണ് നമ്മുടെ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഒരു സ്പൂണില്ല കേട്ടോ, ഒരു 1/2 സ്പൂണ് നമ്മൾ ബൂസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായി അടിച്ചുകൊണ്ട് വന്ന് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കസ്കസ് ഇടയ്ക്ക് കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നമ്മൾ പിസ്തയുടെ കളറില്ലേ അതാണ് കേട്ടോ നമ്മളൊരു നുള്ളി ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ, പക്ഷേ ഉള്ള കാരണം ഞാനൊന്ന് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം. ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉപ്പുമാവായ കാരണം നമ്മൾ വേറെ സാലഡ് അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കുടിക്കാനുള്ള ഇതാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പാലും പഴവും എല്ലാം കൂടെ കഴിക്കാനും കുടിക്കാനും കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാവർക്കും ഗ്ലാസ്സിലൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇടയിലിടയിൽ നമ്മുടെ പഴവും അതുപോലെ കസ്കസും ഒക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നട്ട്സ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ മുറിച്ച് ചേർക്കാം കേട്ടോ, പക്ഷെ ഞാൻ അതൊന്നും ചേർത്തില്ല, ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അശ്വിൻ ഇവിടെ കിടന്ന് വട്ടത്തിരിയണം എന്താ പറഞ്ഞാൽ ഉപ്പുമാവ് എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. പക്ഷേ ആളത് വെച്ച് നോക്കിയപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുക്കാണ്ട് തിരിച്ച് വന്നു. ഞാനും അക്ഷയും പിന്നെ വേറെ ചട്നിയും നമ്മുടെ ഇതും കഴിക്കാൻ കൊണ്ടുവന്നപ്പോൾ അവൻ അതെടുക്കാൻ നോക്കിയതാണ് കേട്ടോ. പക്ഷെ പറ്റിയില്ല, കൈ ചുട്ടപ്പോൾ മിണ്ടാണ്ട് വന്നു കേട്ടോ. ഇപ്പം ഞങ്ങളെല്ലാവരും കഴിക്കാനിരിക്കുന്നുണ്ട്. ഇപ്പം ആങ്ങളെയും പെങ്ങളും കൂടെ എന്തോ ഒരു ചെറിയ കാര്യത്തിന് പിണങ്ങിയിട്ട് അപ്പുറത്ത് ഇരിക്കുകയാണ് കേട്ടോ, കഴിക്കാൻ വരാണ്ട്. അപ്പം ഞാൻ വിളിക്കുന്നുണ്ട്, വരുന്നതേ ഇല്ല കേട്ടോ. പിന്നെ അങ്ങനെ നല്ല വാക്കൊക്കെ പറഞ്ഞപ്പോൾ മെല്ലെ വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പിന്നെ വേഗം തന്നെ എല്ലാവർക്കും ഉപ്പുമാവൊക്കെ ഒന്ന് വിളമ്പി കൊടുത്തു. അതിനുശേഷം നമ്മൾ കുടിക്കാനുള്ള നമ്മുടെ ഹെൽത്തി ജ്യൂസൊക്കെ ഒന്ന് എടുത്തു കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേന്ത്രപ്പഴമൊക്കെ ആക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. ഇതാണ് നമ്മൾ രാവിലത്തെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. നമ്മൾ ഈ പാലും പഴമൊക്കെ കൂടെ കഴിക്കണം, അതിന് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇതിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അതൊന്ന് കഴിക്കണം കേട്ടോ. അതെല്ലാം കഴിച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഏട്ടൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നാരങ്ങ വെള്ളവും ചായയും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ പോയതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചു. അതിന് ശേഷം നമ്മുടെ ഉപ്പുമാവൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പുമാവ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അശ്വിന് ഇത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എന്നോട് ഇവിടെ നിന്ന് ചോദിക്കുകയാണ്, അമ്മ ഇത് ഉപ്പുമാവാണോ അതേ ഇത് പുട്ടാണോ പുട്ടുപൊടിയും കൂടെ ഉണ്ടാക്കിയാണോ എന്നൊക്കെ എന്നോട് അന്വേഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ വേഗം തന്നെ നമ്മുടെ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ അശ്വിനിയും കൂടെ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, മരുന്ന് 2 ദിവസം കൊടുക്കാൻ പറഞ്ഞു. 2 ദിവസം മരുന്ന് കഴിച്ചിട്ട് കൈ ശരിയായിട്ടില്ലെങ്കിൽ എക്സ്റേ എടുക്കണം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇന്നലെ വന്നു. ഇപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കയ്യെ ഇപ്പോൾ വീക്കമൊക്കെ മാറി, കൈവേദനയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഭക്ഷണം കഴിക്കാൻ ചെറിയ പ്രയാസമൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും തന്നെ കഴിക്കാൻ പറഞ്ഞ കാരണം പിന്നെ ഞാൻ ഇന്ന് വാരി കൊടുത്തില്ല കേട്ടോ.
പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ വെളി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിന് ശേഷം വേഗം തന്നെ വന്നിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അവർ വന്ന് ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞിരുന്നപ്പോൾ സമയം പോയി കേട്ടോ നമുക്ക്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിതെല്ലാം ചെയ്തെടുക്കുന്നത്. കുറച്ച് സമയമായി. അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ കോലായൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാവിടെയും ഒന്ന് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ബാക്കിയുള്ള പണി ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ഇരിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം തന്നെ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവിടെയും അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ വന്നിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുകയായിരുന്നു കേട്ടോ. രാവിലെ വെളിയിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഇപ്പോഴേക്കും ആറിയിരിക്കണം കേട്ടോ. അത് പിന്നെ ബോട്ടിൽ ആക്കാനും മറന്നുപോയി. അങ്ങനെ വെള്ളമൊക്കെ റെഡിയായപ്പോൾ ഞാൻ വെള്ളം കുടിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഒപ്പം നമ്മുടെ അശ്വിനും വെള്ളം കുടിക്കുന്നുണ്ട്. ആ കുപ്പിയിൽ പകുതി മുക്കാലും ആദ്യം കുടിച്ചു കേട്ടോ, ബാലൻസ് കൂടെ കുടിക്കണം. അപ്പോൾ ഞാൻ ഒരുപാട് വെള്ളം കുടിക്കേണ്ട എന്ന് പറയുമായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ അക്ഷയും ഏട്ടനും കൂടെ പുറത്ത് പോയിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് വന്നാണ് കേട്ടോ. അപ്പോൾ എന്നറിയാം എപ്പോഴും നമ്മൾ വീട്ടിലിങ്ങനെ കുക്ക് ചെയ്യല്ലേ. അപ്പോൾ ഇന്നൊരു ദിവസം റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം വേണം പറഞ്ഞു. അപ്പോൾ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിയിട്ട്, ഒന്നാമത്തത് ഇന്നിപ്പോൾ നേരം വൈകി കുക്ക് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. പിന്നെ കുട്ടികൾക്കും പുറത്തുനിന്ന് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ രണ്ടും കൂടെ ആയപ്പോൾ ഒരുപോലെ ആയി കേട്ടോ. അപ്പോൾ പിന്നെ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ അശ്വിൻ അതെല്ലാം എടുത്ത് പുറത്ത് വെക്കാൻ പറഞ്ഞിട്ട് അവൻ തന്നെ പുറത്ത് വെക്കുക, ഓപ്പൺ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് മാറി നിന്നു. പിന്നെ അവർ രണ്ടാളും കൂടെ അതൊക്കെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ഞാനതെല്ലാം ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. എപ്പോഴും ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. അപ്പോൾ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ ഭക്ഷണം വെളിയിൽ നിന്ന് വാങ്ങാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം നമ്മളത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ടുണ്ട്, മട്ടൻ്റെ ഒരു കറി, ചിക്കൻ ഫ്രൈ, നാൻ, പിന്നെ നമ്മുടെ സാലഡ്, ഇതൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഉച്ചയ്ക്ക് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കഴിക്കുന്ന സ്ഥലം കൂടെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ അശ്വിൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അക്ഷയെ അപ്പുറത്തിരിക്കാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാൻ അപ്പുറത്ത് പോയിരുന്നപ്പോൾ വീണ്ടും എന്നോട് അശ്വിൻ ഇപ്പുറത്തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ സ്ഥലമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ പുറത്തുനിന്ന് കഴിക്കണത് നല്ലതാണ്. എന്താ പറയുക, നമ്മൾ എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു വെറുപ്പ് തോന്നുന്നുണ്ട്. ഇന്ന് നമ്മുടെ അടുക്കളയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമല്ല, ഉച്ചയ്ക്ക് മാത്രം നമ്മൾ ലീവ് പറഞ്ഞിട്ട് വെളിയിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണം നന്നായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത് നാനാണ് കേട്ടോ. എനിക്കത് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കൂട്ടിയിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ.